ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നേരത്തെ ചെയ്ത് ബാക്കി വെച്ചതിൻ്റെ ബാക്കി എംബ്രോയ്ഡറി ആയിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ഈ വരച്ചിരിക്കുന്നത് പോലെ ഒന്ന് വരയ്ക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ പെയിനായിട്ട് വരച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് കാണാനായിട്ടാണ്. പിന്നെ അതിനായിട്ട് എടുക്കുന്ന ത്രെഡ് എന്ന് പറയുന്നത് സാധാരണ എല്ലാ ത്രെഡും 6 ലെയർ അല്ലേ വരുന്നത്. അതിൻ്റെ പകുതി 3 ലെയർ മാത്രം ഞാൻ അതൊന്ന് അഴിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതായത് വളരെ തിന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ല, കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ 6 ലെയർ നൂല് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തിന്നായിട്ടിരിക്കുമ്പോൾ കുറച്ചും കൂടെ കാണാൻ ഭംഗിയുണ്ടായിരിക്കും. കാരണം അതിന് മുകളിലോട്ടൊക്കെ ചെയ്തിരിക്കുന്ന വർക്ക് കുറച്ച് കട്ടിക്കല്ലേ ചെയ്ത്. അപ്പോൾ ഇത് കുറച്ച് തിന്നായിട്ടിരിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അതിനായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. ചെയിൻ സ്റ്റിച്ച് എല്ലാവർക്കും ചെയ്യാറിയാലോ അല്ലേ. ആ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. ഫൈനൽ ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഞാൻ എടുത്ത ത്രെഡ് തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രെഡ് ഏതാണെന്ന് വെച്ചാൽ അതെടുത്ത് ചെയ്യുക. ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും നമ്മുടെ വീട്ടിൽ തന്നെ ഹാങ് ചെയ്ത് ഇടാനും ഒക്കെ പറ്റിയതാണ് കേട്ടോ. മെയിൻലി ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റിയ സംഭവമാണിത്. അതിനുശേഷം ഞാൻ സൈഡിലോട്ട് 2 എതള് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലോട്ട് രണ്ട് സൈഡിലോട്ടായിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് പൂക്കളുടെ ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ എതിളിൻ്റെ ഡിസൈൻ കൊടുത്തിടത്തും നമ്മൾ ലേസി ഡേസിയുടെ സ്റ്റിച്ച് വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ലേസി ഡേസിയുടെ സ്റ്റിച്ച് ഏതാണെന്ന് അറിയാത്തവർ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ മതി. അതിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ട്. അത് കണ്ട് പഠിച്ചതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ. ഇത് ചെയ്യാൻ ഒട്ടും പാടില്ല. എളുപ്പമുള്ളൊരു സ്റ്റിച്ചാണ് ലേസി ഡേസി സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. അതിന് ഞാൻ 3 ലെയർ നൂല് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ശേഷം ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ. അത് ഞാൻ ഫില്ല് ചെയ്യാനും സെയിം ലേസി ഡേസിയുടെ സ്റ്റിച്ച് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിന് 3 എണ്ണമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. മറ്റേടത്ത് അതായത് ലീഫിനായിട്ട്, അതായത് ലീഫല്ല സോറി, ആ ചില്ലയ്ക്കായിട്ടൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒറ്റ ഇതാണ്. ഇവിടെ ഞാൻ 3 എണ്ണമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്രമാത്രമേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. അതായത് ഞാൻ ഈ ഒരു സ്റ്റിച്ചിൽ ഞാൻ ഫുള്ളി ഫോക്കസ് ചെയ്യുന്ന ലേസി ഡേസി സ്റ്റിച്ചും പിന്നെ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് കൊടുത്തിരിക്കുന്ന ഞാനൊരു ലൈറ്റ് കളർ, ഓറഞ്ച് ലൈറ്റ് കളറാണ് ത്രെഡ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെയും ഫുള്ളി നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അവസാനമായിട്ട് ഞാൻ വേറൊരു സംഭവം കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു ഗുമ്മിരിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ ചെയ്തതാണ് സംഭവം. ഞാൻ എടുത്ത മുത്ത് ഞാൻ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും കുറച്ച് ഡാർക്ക് കളറായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഞാനത് വെച്ചതിന് ശേഷം അത് കാണാനേ പറ്റുന്നില്ല. പിന്നെ ഞാൻ ചിന്തിച്ചു റെഡ് കളർ ബീഡ്സ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരുന്നതിനാണ്. പിന്നെ ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്ന ബീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ. ഷുഗർ ബീഡ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ നല്ല ഈ ഒരു സ്റ്റിച്ച് ഫുള്ള് ഞാൻ ഫോക്കസ് ചെയ്ത് ഭയങ്കര തിന്നായിട്ടിരിക്കണം, കാണാൻ ഭയങ്കര ഭംഗി ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ. എന്തായാലും ആ ഉദ്ദേശം എനിക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഫൈനൽ ലുക്ക് നോക്കിയിട്ട് എന്ത് ഭംഗിയാണ് മറക്കരുത് കേട്ടോ. പിന്നെ എനിക്ക് ഒരു ഹാർട്ടെങ്കിലും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതുതായിട്ടായിരുന്നു എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിലോട്ട്. പിന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചല്ലയോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.